എന്ത് പറയാനാ, മലരണിക്കാടൊക്കെ കോൺക്രീറ്റ് കാടായില്ലേ? ചുമ്മാതാണോ ചൂട് കൂടുന്നത്? കുറുത്തനി മണ്ണ് കാണാനുണ്ടോ? ഇപ്പോ എല്ലായിടത്തും കട്ട വിരിച്ച് മൂടി കൂട്ടി. പിന്നെ എങ്ങനാ ചൂട് കുറയുന്നത്? അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മുടെ കാലഘട്ടങ്ങളുടെ കുട്ടികളില്ലേ, ഇതേക്കുറിച്ചൊരു ഉഗ്രൻ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. നാളത്തെ പ്രോഗ്രാമിൽ അതുകൂടി ചേർക്കാമെന്ന് ചോദിച്ചു ലൈബ്രറി സെക്രട്ടറി. ഞാൻ കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. സ്കൂളിൽ ചെന്നാൽ യേശുദാസൻ അത് കാണാൻ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും അവിടെ വരെ പോയി അതൊന്ന് കണ്ടാലോ? നീ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കമ്പനിയെ. പിന്നെന്താ, ഞാൻ റെഡി. ഇപ്പോഴത്തെ കുട്ടികൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു എന്നാൽ തന്നെ വലിയ കാര്യമല്ലേ? വാ പോയേക്കാം. അല്ല, എന്താണ് പേര് പ്രോഗ്രാമിന്റെ? ജൈവകാലം എന്നാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ദുരന്തങ്ങൾ പ്രളയങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും രൂക്ഷമായ വേനലിൻ്റെയും രൂപത്തിൽ തേടിയെത്തുന്നു. സുരക്ഷിതമെന്ന് കരുതിയിരുന്ന കേരളവും ഇതിനൊരു അപവാദമല്ല. ദൃശ്യാവിഷ്കാരം ജൈവതാളം. വലിയ കുന്നിൻ്റെ പേരാണ് തേന്മല. തേന്മലയുടെ താഴ്വാരത്ത് ഒരു ഗ്രാമം. സമൃദ്ധമായ വയലുകൾ, തെങ്ങിൻ തോപ്പുകൾ, കുളങ്ങൾ, നീർച്ചാലുകൾ. അവിടെ ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചു. അക്കാലം എത്ര മനോഹരമായിരുന്നു. ആ കാണുന്ന രണ്ട് കുന്നുകൾ, ഒരു ചെറിയ നദി, താഴെ ഒരു വയൽ, അതിനരികിൽ ഒരു ഗ്രാമം. ഈ പരദേശിയാണ് നിങ്ങളുടെ കമ്പനി സ്വന്തമാക്കാൻ പോകുന്നത്. ഈ പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് സർവേ കമ്പനി നടത്തി കഴിഞ്ഞു. ആ മലകൾ ആദ്യം എത്ര ടൺ പാറയും മണ്ണും ഉണ്ടാകുമെന്ന് കമ്പനി കണക്കെടുത്തു കഴിഞ്ഞു. വികസനമെന്ന മാർക്കറ്റ് തന്ത്രമാണ് കമ്പനി മുന്നോട്ട് വെക്കുന്നത്. നാടിന്റെ വികസനത്തെ മറയാക്കിക്കൊണ്ട് ചൂഷണം തന്നെ ചൂഷണം. അതിനെല്ലാ ഒത്താശകളും ചെയ്യാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ വൃന്ദവും നടക്കട്ടെ. നിയമങ്ങളുടെ കുരുക്കഴിക്കാൻ ഇത്രയും നല്ല വക്കീല് കൂടെയുള്ളപ്പോൾ ജയപ്രകാശ്, ആദ്യഘട്ടത്തിലുള്ള താങ്കളുടെ നീക്കങ്ങൾ ആരംഭിച്ചു. വികസനത്തിനായി നിയമസഭയിൽ ഭൂനിയമ ഭേദഗതി കൊണ്ടുവരണം. എതിർപ്പുകളുണ്ടാകും, അത് സ്വാഭാവികം. കാറ്റുകൾ
അമ്യൂസ്മെന്റ് പാർക്ക്, ഹോം സ്റ്റേ, നല്ല റോഡുകൾ, അങ്ങനെ പലതും. ധാരാളം പേർക്ക് തൊഴിൽ ലഭിക്കും. ടൂറിസ്റ്റുകളുടെ ഒരു ഹബ്ബായി തേന്മല മാറും. നിങ്ങൾ അതിന് തടസ്സം നിൽക്കരുത്. അങ്ങനെ ജനങ്ങളുടെ പ്രതിനിധിയും കൈയൊഴിഞ്ഞു. ഞാൻ നാടിന്റെ വികസനത്തിന്റെ കൂടെയാണ്. നിങ്ങൾ പഴയ യുഗത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യൻ കാലത്തിനനുസരിച്ച് മാറണം. കവിതയും സാമൂഹ്യ പ്രവർത്തനവും നല്ലത് തന്നെ. പക്ഷേ ഈ നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു സ്വപ്ന പദ്ധതിക്കെതിരെ നിൽക്കരുത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. മലകളെ തുരന്നും പുഴകളെ നശിപ്പിച്ചും വനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടുമല്ല വികസനം വരേണ്ടത്. പ്രകൃതിക്ക് ചേർന്ന ജൈവതാളം തെറ്റാത്ത വികസനങ്ങൾക്കാണ് നേതൃത്വം നൽകേണ്ടത്. മനുഷ്യൻ ഭൂമിയിൽ ഏൽപ്പിച്ച ആഘാതം അതിന്റെ പാരമ്യത്തിലെത്തിയ ആന്ത്രോപോസിൻ യുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആശയങ്ങളുമായുള്ള സംവാദം എനിക്ക് അസാധ്യമാണ്. ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിന്റെ മൃതിശാന്തിഗീതം. ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. കോടതി വിധി നമുക്കനുകൂലമായി. അത് പ്രതീക്ഷിച്ചതാണല്ലോ. അന്വേഷണ കമ്മീഷനെ നമ്മൾ വിലക്കെടുത്തില്ലേ? അധികാരവും പണവും ചേർന്നാൽ എന്തും നടക്കും. പക്ഷേ എനിക്ക് കുറ്റബോധമുണ്ട്. എന്താണ്, അഡ്വക്കേറ്റിന് മാനസാന്തരം വന്നോ? അവരാണ് ശരിയെന്ന് കാലം തെളിയിക്കും. അതെല്ലാം വിട്ടുകളാം മിസ്റ്റർ അഡ്വക്കേറ്റ്. നിങ്ങൾ കമ്പനിയുടെ വിലപ്പെട്ട ലീഗൽ അഡ്വൈസറാണ്. താങ്കൾ ചോദിച്ചതെല്ലാം കമ്പനി തന്നു. ഇതിനു പുറമെ താങ്കൾക്ക് കമ്പനി വക ഒരു ഗിഫ്റ്റുമുണ്ട്. ഇന്ന് വൈകിട്ട് മിൽക്കി വേയിൽ ഒരു ഡിന്നറുണ്ട്. രണ്ടുപേരെയും ക്ഷണിക്കുന്നു. കമ്പനിയുടെ ഡയറക്ടേഴ്സും പങ്കെടുക്കുന്നുണ്ട്. വർഷങ്ങൾ പലതും കടന്നുപോയി. കമ്പനിയുടെ കെട്ടിടങ്ങൾ താഴ്വരയിൽ ഉയർന്നു. പക്ഷേ പ്രകൃതിക്ക് വന്ന മാറ്റങ്ങൾ ഭീകരമായിരുന്നു. പുഴ ഒരു ചാല് പോലെ നേർത്തുപോയി. അങ്ങനെ ഒരു മഴക്കാലമെത്തി. കർക്കടകത്തിലെ പെരുമഴ, അതിതീവ്രമഴ. 3 ദിവസം തോരാതെ നീണ്ടു. ആ മഴക്കാലത്ത് തേന്മലയിൽ രാത്രി ഉരുൾപൊട്ടിയത്. അത് സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. മേൽമണ്ണും പാറയും വൃക്ഷങ്ങളും നഷ്ടപ്പെട്ട ഭൂമിയും ശോഭിച്ചു. ഗിഫ്റ്റ് സിറ്റിയിൽ നിരപരാധികളുമായ മനുഷ്യർ മണ്ണിനടിയിലായി. പ്രകൃതിയുടെ തിരിച്ചടിയിൽ കമ്പനി മുതലാളിമാർ, രാജ്യം, എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ടു.
ജീവിതത്തിൽ ഞാൻ എന്തിനു ജീവിക്കണം? അപ്പൂപ്പ ഞങ്ങളുണ്ട് കൂടെ, മക്കളായി, രക്ഷകരായി. മനുഷ്യരുടെ സ്വാർത്ഥതയ്ക്കും അത്യാഡംബര മോഹങ്ങൾക്കും വേണ്ടി ഭൂമിയോട് കാണിച്ച ആഘാതങ്ങൾക്ക് പ്രകൃതി തന്നെ തിരിച്ചടി കൊടുത്തുവല്ലേ? ഇതൊരു സാമൂഹ്യ പാഠമാണ്. ഭൂമിയെ, ഈ പച്ചപ്പിനെ നമുക്ക് വീണ്ടെടുക്കാം അപ്പൂപ്പ. തേന്മലി ഇനിയും ജീവിതം മുന്നോട്ട് പോകും. വസന്തം വിടരും. ഈ ദേശത്തിന്റെ ജൈവ മനുഷ്യനാണ് അപ്പൂപ്പൻ. അപ്പൂപ്പന്റെ കൂടെ ഞങ്ങളുണ്ടാകും. ഹരിത രാഷ്ട്രീയത്തിൻ്റെയും ഇക്കോളജിയുടെയും ചിന്താധാരകൾ നമുക്ക് പ്രത്യാശ നൽകുന്നു. പ്രകൃതി വിഭവങ്ങളുടെ സൂക്ഷിച്ചുള്ള ഉപയോഗവും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ജീവിതവും സുസ്ഥിരമായ വികസന കാഴ്ചപ്പാടും ശീലിക്കുന്ന ഹരിത മാനവികതയിലേക്കാണ് ലോകം മാറേണ്ടത്. നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും.